മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. ഏപ്രിൽ 25-നാണ് നമ്മുടെ തുടരും എന്ന് പറയുന്ന ലാലയുടെ ചിത്രം ഇറങ്ങുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഒരു സ്റ്റോറി പ്രൊഡിക്ഷനാണ്. ട്രെയിലറും ടീസറും ഒക്കെ വെച്ചുള്ളൊരു സ്റ്റോറി പ്രൊഡിക്ഷനാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ആ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനപരമായിട്ട് പോകുന്നൊരു കുടുംബം, കുറച്ച് തമാശയും ചിരിയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നൊരു കുടുംബം. ആ കുടുംബത്തിലേക്ക് അവരുടെ കാറ് ലാലേട്ടനാണെങ്കിൽ ഒരു ഡ്രൈവറാണ്. അപ്പം ആ ഒരു ഡ്രൈവിങ്ങിൽ അദ്ദേഹം കുറച്ച് മദ്യപിക്കുകയും കുറച്ച് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു തരത്തിലൊരു ക്യാരക്ടറാണ്. കുറേ നാളെ നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് കണ്ടിട്ട്. അപ്പം ആ ഒരു ക്യാരക്ടറിൽ ആ ഒരു കാർ ഉൾപ്പെടെ ഒരു ദിവസം പോലീസുകാർ പിടിക്കുന്നു. അപ്പം ആ പോലീസുകാർ എന്തിനാണ് ആ കാർ പിടിച്ചതെന്നുള്ളത് നമ്മളെ റിവീൽ ചെയ്യുന്നുണ്ടല്ല അവർ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അതൊരു തമാശയായിട്ട് പോകുമെങ്കിലും ആ ഒരു സംഭവം പതുക്കെ ഒരു സീരിയസിലോട്ട് വന്ന് ഒന്നുകിൽ ആ പുള്ളിക്കാരൻ, അതായത് ലാലേട്ടൻ നേരത്തെ ചെയ്ത എന്തെങ്കിലും സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ട് വരികയോ അല്ലെങ്കിൽ ആ കാറിൽ ആരെങ്കിലും അവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുകയോ ചെയ്യും. അപ്പോൾ ആ ഒരു രീതിക്ക് പോകുന്ന ഒരു സ്റ്റോറി ആയിരിക്കും ഇതിൻ്റെ സ്റ്റോറി. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള രീതിക്കത്തെ ഒരു സ്റ്റോറി ആകാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ദൃശ്യം മോഡലെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ഏകദേശം നമ്മളെ ഒന്ന് ത്രില്ലടിപ്പിക്കാനും ഒക്കെ നമ്മളൊന്ന് ചിന്തിപ്പിക്കാനും ഒക്കെ ഒരു സാധ്യതയുള്ളൊരു ചിത്രമായിരിക്കും തുടരും എന്ന് നമുക്ക് അതിൻ്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു കോമഡിയൊക്കെ തുടക്കത്തിലുണ്ടെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും പടം ഒന്ന് സീരിയസ് ആവും. ലാലേട്ടൻ്റെ ഒരു താളം തെറ്റുന്ന ലെവലിലേക്ക് ആ ഒരു കഥ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന രീതിക്കേക്കും ആകും. അപ്പം നമുക്കത് ഒരു കാണുമ്പം നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിക്കത്തെ എന്തോ ഒരു വലിയൊരു സംഭവം, ഒന്നെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പോലെ എന്തെങ്കിലും ഒരു കഥ, മെയിനായിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് എന്തായാലും ഉണ്ടാകും. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഈ അടുത്ത് ഇറങ്ങിയ ഒരു ടീസർ ഇറങ്ങിയായിരുന്നു. സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് ഇറങ്ങുന്ന ഒരു ടീസർ. അപ്പോൾ ആ ടീസറിനകത്ത് ഒരു സംഭവമുണ്ട്. ഇതുപോലെ ലാലേട്ടൻ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ ലാലേട്ടൻ കമൽഹാസൻ്റെ കൂടെ ഇരിക്കുന്നതുമായിട്ടുള്ള പഴയ ഫോട്ടോസ് ഇങ്ങനെ ആ ഒരു വീടിൻ്റെ സൈഡിൽ വെച്ചേക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഇവരെ കാണാൻ പോയപ്പോൾ എടുത്തതായിരിക്കാം. ഇപ്പോൾ നമ്മൾ ദൃശ്യ സിനിമയ്ക്കകത്ത പോലെയൊക്കെ ഒരു ഭയങ്കര സിനിമ പ്രേമിയായിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു സാഹചര്യത്തിൽ ഇവരുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയപ്പം ആ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ ആയിരിക്കാം. പക്ഷേ ആ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു ചില സീൻസിലൊക്കെ. ചിലപ്പം പറയാൻ പറ്റില്ല, നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും രീതിയിൽ ചിലപ്പോൾ ഇതിനെ കണക്ട് ചെയ്തുള്ള എന്തെങ്കിലും സംഭവം ആയിരിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകാനൊരു സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഈ സ്റ്റോറി ശരിക്കും നമുക്ക് തരുൺ മൂർത്തി അറിയാം. അദ്ദേഹം ചെയ്ത 2 സിനിമകളും നല്ല 2 സിനിമകളാണ്. സൗദി വെള്ളക്കയാണെങ്കിലും ഓപ്പറേഷൻ ജാവയാണെങ്കിലും 2 നല്ല സിനിമകളാണ്. അത്യാവശ്യം നല്ല സ്റ്റോറിയുള്ള സിനിമകളാണ്. അതിൽ സൗദി വെള്ളക്ക എന്ന് പറയുന്നത് ഒറിജിനലായിട്ട് നടന്നൊരു കഥയായിരുന്നു. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ അവരത് എടുത്തു വെച്ചിട്ടുമുണ്ട്. 2 സിനിമകളിലും ഒരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും ഈ തുടരുമെന്നൊരു സിനിമയ്ക്കകത്ത് നമുക്ക് ഉറപ്പായിട്ടും ഒരു മെസ്സേജ് ഉറപ്പായിട്ട് കാണും. പിന്നെ നമ്മൾ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ആക്ടറിനെ, എമ്പുരാനെ നമ്മൾ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു സ്റ്റാറിനെ കണ്ടു. ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ആക്ടറിനെ നമ്മൾ തുടരും സിനിമയിൽ എന്തായാലും കാണും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ ആ ഒരു ട്രെയിലറിനകത്ത് ഒരു ചെറിയൊരു സാധനമൊക്കെ കണ്ടപ്പം പെട്ടെന്ന് സതയൊക്കെ ഒന്ന് ഓർമ്മ വന്നു. പെട്ടെന്ന് ഒരു ചെറിയൊരു സംഭവം, ഒരു മിന്നൽ പോലൊരു സാധനമായിരുന്നു. അത് കണ്ടപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ടറിനെ നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന ഈ സിനിമയിൽ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊന്നും കാണത്തില്ലെന്ന്. പക്ഷേ കഥാപരമായിട്ട് വെച്ച് നോക്കുമ്പം ആ കഥയുടെ ഒഴുക്കിനനുസരിച്ചുള്ള ആക്ഷൻ സീക്വൻസും ഒക്കെ ഈ സിനിമയിൽ കാണും. പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥയൊക്കെ ഉള്ള രീതിക്ക് കടന്നു പോകുന്ന രീതിക്കൊക്കെ പോകുന്ന ഒരു സ്റ്റോറി ആയിരിക്കും ഇതെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. ഏതായാലും ഈ സിനിമ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ട്രെയിലറൊക്കെയാണ് ഇതിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. എന്തായാലും മലയാളത്തിൽ ഇപ്പം ഇറങ്ങിയതിലേക്ക് ഒരു നല്ലൊരു ഫാമിലി ഡ്രാമ, ഒരു മിസ്റ്ററി ത്രില്ലറൊക്കെ ആകാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും നമ്മുടെ തുടരും. പിന്നെ ഈ സിനിമ ഏകദേശം ഒരു ആവറേജ് ആണെങ്കിലും ഒരു അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ആ എമ്പുരാൻ്റെ ഒരു വേവ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ആ ഒരു സിനിമ നല്ല രീതിക്ക് റീച്ച് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടെ നല്ല രീതിക്കാണ് ഇപ്പം ഇത് വന്നിരിക്കുന്നത്. അപ്പം ഏപ്രിൽ 25-നാണ് ഈ സിനിമ വരുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഈ സിനിമയിൽ മെയിനായിട്ട് ഉണ്ടായിരിക്കും. ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തായിരിക്കും ആ ലാലേട്ടൻ്റെ കാറും, അത് 2 മെയിൻ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. തുടരും സിനിമയുടെ ഏകദേശം ഇറങ്ങിയതിൽ പകുതി പോസ്റ്ററിലും ആ കാറ് കാണിക്കുന്നുണ്ട്. അപ്പം ആ കാറും അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധിച്ചുള്ളൊരു പ്രശ്നമാണ് ഇതിലെ മെയിൻ പ്ലോട്ടായിട്ട് വരുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. നിങ്ങൾ എത്ര പേര് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു? ഇതിൻ്റെ FTFസിന് ആരൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.